ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. കഴിഞ്ഞ ഒരവസരം ഈ വാക്യത്തിൻ്റെ ചില ഭാഗങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി, നാം ധ്യാനിക്കുകയുണ്ടായി. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു, കന്യമറിയാം വേലക്കാരോട് പറഞ്ഞു, കാനാവിലെ കല്യാണ വീട്ടിൽ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന്. കാനാവിലെ കല്യാണ വീട് വിരുന്ന് വീടാണ്. പക്ഷേ എത്ര പെട്ടെന്നാണ് ആ വിരുന്നിൻ്റെ ആഘോഷങ്ങളെല്ലാം തണുത്തുറഞ്ഞത്, എത്ര പെട്ടെന്നാണ് അവിടെ മ്ലാനത വ്യാപിച്ചത്, എത്ര പെട്ടെന്നാണ് അന്തരീക്ഷം പെട്ടെന്ന് മൂകമായത്, ദുഃഖതപ്തമായത്. ആ മ്ലാനതയിൽ കരിനിഴൽ വീശിയ സമയത്ത് ആ വീട്ടിൽ വിരുന്നിന് വീഞ്ഞ് തീർന്നുപോയ സമയത്ത് കന്യമറിയാം വേലക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറയുന്നത് അനുസരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇവിടെ ശീമോൻ പത്രോസ് പറയുകയാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നീ കൽപ്പിച്ചത് ഞാൻ അനുസരിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല ഈ ഗലീലക്കടലിൽ ഇനി മീൻ കിട്ടുമെന്ന്. ഈ ഗന്നേസരത്ത് തടാക പരിസരത്ത് കർത്താവേ അവിടുന്ന് എഴുന്നള്ളിയത് അതൊരത്ഭുതമാണ്. അവിടുന്ന് ഈ വാക്ക് പറഞ്ഞത് അതിലേറെ അത്ഭുതമാണ്. ഞാൻ അനുസരിക്കാം. പക്ഷേ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് എൻ്റെ ആ ജോലി ചെയ്യുന്നതിനുള്ളതായ ഉത്സാഹം പ്രയോജനപ്രദമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇതുവരെയുള്ള അധ്വാനമെല്ലാം വ്യർത്ഥമാണ്. ഇതുവരെയുള്ള ജീവിതം മുഴുവൻ നഷ്ടമാണ്. ഇതുവരെ ഒന്ന് ജയിച്ച് മുന്നേറാൻ കഴിഞ്ഞില്ല. ഇതുവരെ പലതും പാഴായിപ്പോയി. ഇതുവരെയുള്ളതായ പരിശ്രമങ്ങളെല്ലാം അതെല്ലാം നിഷ്പ്രയോജനമായി പോയി. എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇനി മുന്നോട്ട് ഞാൻ നിന്നെ അനുസരിക്കാം. സ്നേഹിതരെ, നിങ്ങൾ ഓർക്കൂ, യേശുക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാനുള്ള തയ്യാറെടുപ്പ് വരുമ്പോൾ, അതിനെ നമ്മെ തന്നെ നാം വിനയപ്പെടുത്തുമ്പോൾ, അപ്പോഴാണ് യേശുവിൻ്റെ കൃപ നമ്മിലേക്ക് പകരുന്നത്. നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നീ എന്നോട് കൽപ്പിക്കുന്നത് ഞാൻ അനുസരിക്കാം. ഇതുവരെയുള്ള എൻ്റെ അധ്വാനം നിഷ്പ്രയോജനമായിപ്പോയി. ഇതുവരെയുള്ള എൻ്റെ പരിശ്രമം വ്യർത്ഥമായിപ്പോയി. ഞാൻ കഷ്ടപ്പെട്ടത് മിച്ചം ഒരു പൊടി മീൻ പോലും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിനെ ഞാൻ വലയിറക്കാം. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. വേലക്കാർ കാനാവിലെ കല്യാണ വീട്ടിൽ ആ 6 കൽപ്പരണികളിൽ യേശു കൽപ്പിച്ചതനുസരിച്ച് വെള്ളം നിറച്ചു. വെള്ളം നിറപ്പീനെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അവർ വക്കോളവും നിറച്ചു. ഭാഗ്യം, യേശു പറഞ്ഞ ഒരു വാക്കനുസരിച്ചു. അത്ഭുതം നടന്നു. പച്ചവെള്ളം വീഞ്ഞായി മാറി. വലിയൊരതിശയമല്ലേ? ഒഴിച്ചത് പച്ചവെള്ളം, എടുത്തത് വീഞ്ഞ്. മേൽത്തരം വീഞ്ഞ് ആ പാത്രത്തിൽ നിന്ന് എടുക്കുന്നതിന് ഉതകത്തക്കവണ്ണം പച്ചവെള്ളം വീഞ്ഞായി മാറി രൂപാന്തരമുണ്ടായി. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കൂ, യേശു എന്ത് കൽപ്പിക്കുന്നോ അതൊന്നും ചിന്തിക്കാതെ, ഒന്നും ചോദ്യം ചെയ്യാതെ, ഒന്നും ബുദ്ധിയിൽ വിശകലനം ചെയ്യാതെ നിങ്ങൾക്കനുസരിക്കാമോ? തീർച്ചയായും വിജയവും അനുഗ്രഹവും നിങ്ങളുടെ പിന്നാലെ വരും. സമൃദ്ധമായ വിളവെടുപ്പ് നിങ്ങൾക്ക് ലഭിക്കും. വളരെ അത്ഭുതകരമായ നിറപടിയായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ അരികത്ത് 10 കുഷ്ഠരോഗികൾ എതിരെ വന്നു. ഈ 10 കുഷ്ഠരോഗികൾ
അവരെ കേട്ടു. യേശുവിൻ്റെ അരികിലൊരു കുഷ്ഠരോഗി വന്ന്, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ യേശു കൈ നീട്ടി ആ കുഷ്ഠരോഗിയെ തൊട്ടുവെന്നും എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് കൽപ്പിച്ചുവെന്നും യേശു അവനെ തൊട്ടപ്പോൾ അവൻ്റെ കുഷ്ഠരോഗം മാറിയെന്നും ഈ 10 കുഷ്ഠരോഗികൾ കേട്ടിട്ടുണ്ട്. ഈ കുഷ്ഠരോഗികൾ അവർ നല്ല പ്രതീക്ഷയോടെയാണ് വന്നത്. യേശുവിൻ്റെ അരികത്ത് വന്നു. യേശുവേ, ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളുടെ രോഗം മാറ്റിത്തരണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലീലിക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവർക്ക് മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. അന്ന് കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുവാൻ യേശു അവൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ തൊട്ടു. ഞങ്ങളെ മാറി മാറി തൊടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഞങ്ങളെ ആ യേശു തൊടും, കുഷ്ഠരോഗം ഉടനെ മാറും. പക്ഷേ യേശു തൊട്ടില്ല. യേശു പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അവനവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കുഷ്ഠരോഗം മാറുന്ന മനുഷ്യൻ പുരോഹിതനെ ചെന്ന് കാണിച്ച് ഇവൻ്റെ കുഷ്ഠരോഗം മാറി എന്നുള്ള കാര്യം പുരോഹിതൻ സർട്ടിഫൈ ചെയ്യണം. അത് യഹൂദൻ്റെ പ്രമാണമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പൊയ്ക്കോ, പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ. അവരെ ഇങ്ങനെ ചിന്തിച്ചോ? അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്ന് തൊട്ട് സൗഖ്യമാക്കിയൊന്ന് അയച്ചിരുന്നെങ്കിൽ പുരോഹിതന്മാർക്ക് ഞങ്ങളെ തന്നെ കാണിക്കാമായിരുന്നു. അന്നൊരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യം കൊടുത്തതുപോലെ ഞങ്ങളൊന്ന് തൊട്ടിരുന്നെങ്കിൽ. ഇല്ല, അവർ ചിന്തിച്ചില്ല. അവരാവശ്യക്കാരാണ്, അത്യാവശ്യക്കാരാണ്, അവർക്ക് രോഗം മാറണം. യേശു കൽപ്പിച്ചത് ആര് എന്ന് അവർക്ക് മനസ്സിലായി. സാധാരണക്കാരനല്ല കൽപ്പിച്ചത്, സാക്ഷാൽ ദൈവപുത്രനാണ് ഈ വചനം തന്നത്. അവർ കണ്ണുമടച്ച് വിശ്വസിച്ചു. പുരോഹിതന്മാർക്ക് തങ്ങളെ തന്നെ കാണിപ്പിനെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ശരീരത്തിലേക്ക് നോക്കിയാൽ കുഷ്ഠരോഗം മാറിയിട്ടില്ല. പുരോഹിതന്മാരുടെ അടുക്കൽ ചെല്ലുന്നതിന് കുഷ്ഠരോഗം മാറുമല്ലോ, അതുകൊണ്ടല്ലേ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുപ്പീനെന്ന് പറഞ്ഞത്. അവരോർത്തു, യേശു കൽപ്പിച്ചത് സത്യം, യേശുവാണോ അരുളി ചെയ്തത് സമ്പൂർണ്ണ സത്യം. അവർ വിശ്വസിച്ചു. അവർ പോയി. 10 പേര് ഒരുമിച്ച് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നൊരു വാക്യമുണ്ട്, പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. യേശുവിൻ്റെ വചനം അനുസരിച്ച് അവർ പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു. ഇതിനു മുൻപ് നടന്നതുപോലെ നടക്കണമെന്നവർ വിചാരിച്ചില്ല. ഇതിനു മുൻപ് യേശു കുഷ്ഠരോഗിയെ തൊട്ടതുപോലെ ഇപ്പോൾ ഞങ്ങൾ തൊടണമെന്നവർ വിചാരിച്ചില്ല. വചനം കിട്ടി, വചനമനുസരിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അനുസരിച്ചുകൊള്ളൂ. ആ വചനം നിങ്ങളിൽ അത്ഭുതം നിവർത്തിക്കും. വചനം നിങ്ങളിൽ അതിശയം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനമാണ്. നിങ്ങൾ സുവിശേഷ വചനമാണ് കേൾക്കുന്നത്. ജീവൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. ജീവൻ്റെ ആത്മാവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. കർത്താവേ, ഇപ്പോൾ ഞാൻ ഈ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പറയണം, ഇന്ന് ഈ വചനം ഞാൻ കേട്ട് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ കുഷ്ഠരോഗത്തിൻ്റെ വ്രണമുണ്ട്. എൻ്റെ ശരീരത്തിൽ അങ്ങനെയുള്ള വ്രണങ്ങളില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വ്രണങ്ങളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ പാപത്തിൻ്റെ വ്രണങ്ങളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ കോപത്തിൻ്റെ വ്രണങ്ങളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യത്തിൻ്റെ വ്രണങ്ങളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ പകയുടെയും വിദ്വേഷത്തിൻ്റെയും വ്രണങ്ങളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എന്നെ തന്നെ അശുദ്ധമാക്കുന്ന അശുദ്ധിയുടെ ഭീകരമായ കൊള്ളരുതാത്തതായ സ്വഭാവമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വ്യഭിചാര ആസക്തിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ മദ്യപാനാസക്തിയുണ്ട്. കർത്താവേ, എൻ്റെ ചിന്തകൾ ചൊവ്വുള്ളതല്ല. വ്യാജഭാവം എന്നിലുണ്ട്. സൂത്രവും കൗശലവും എന്നിലുണ്ട്. ഇതെല്ലാം വ്രണമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു.
ഇതെല്ലാം കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ, ബാഹ്യമായ ശരീരത്തിൽ വ്രണങ്ങൾ അങ്ങനെ പൊട്ടി അഴുകി ആ ചലം ഒലിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം വ്രണം നിറഞ്ഞതാണ്. കർത്താവേ, നീ എന്നോടൊന്ന് മനസ്സലിയണം. എൻ്റെ ഹൃദയത്തിൽ വ്രണമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ തിന്മയുണ്ട്. ചിലരെന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും വ്രണം പോലെ എൻ്റെ ഹൃദയത്തിലുണ്ട്. പകയായി നിൽക്കുന്നുണ്ട്, പരിഭവമായി നിൽക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ മുഷിച്ചിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ചിലരെന്നോട് ചെയ്ത പെരുമാറ്റങ്ങൾ, ആ വ്രണം പോയിട്ടില്ല, വ്രണം മാഞ്ഞിട്ടില്ല. ചിലരെന്നെ ഉപദ്രവിച്ച ഉപദ്രവങ്ങൾ, ഒരുപക്ഷെ എൻ്റെ വീട്ടിലാകാം, അല്ലെങ്കിൽ മറ്റ് അയൽവക്കത്തു നിന്നാകാം. എന്നെ ഉപദ്രവിച്ച ചില ഉപദ്രവങ്ങൾ, എനിക്കെതിരെ പറഞ്ഞു വരുത്തിയ ചില കിംവദന്തികൾ, അതെൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. അവിടെ വ്രണമുണ്ട്. സ്നേഹിതരെ, വ്രണം മാറ്റാൻ യേശുവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഒരു വ്രണമല്ല, അനേക വ്രണങ്ങൾ ഹൃദയത്തിലുണ്ട്. പുറമേ കാണാനില്ല, പുറമേ നല്ല ആരോഗ്യമുണ്ട്, പുറമേ നല്ല വേഷമുണ്ട്, നല്ല ഡ്രസ്സുണ്ട്, പുറമേ കർത്താവേ എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കുടുംബ മഹിമയുണ്ട്, നല്ല കുടുംബ പാരമ്പര്യമുണ്ട്. കർത്താവേ, എനിക്ക് സഭയുണ്ട്, സഭയിലെ പിതാക്കന്മാരുണ്ട്, സഭയിലെ ആരാധനാക്രമങ്ങളുണ്ട്, പ്രാർത്ഥനാക്രമങ്ങളുണ്ട്. എനിക്ക് എൻ്റെ കർത്താവേ, എനിക്ക് പ്രമിയോനുകളുണ്ട്, സദറാകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ഗീതങ്ങളുണ്ട്, സ്തോത്ര ഗീതങ്ങൾ, സ്തോത്ര സ്വരങ്ങളുണ്ട്. എന്നാൽ ഉടയവനെ, ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ വ്രണം മാഞ്ഞിട്ടില്ല. ഹൃദയത്തിൽ വ്രണമുണ്ട്, അഴുക്ക് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അശുദ്ധി ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, മലിന വികാരങ്ങളും മ്ലേച്ഛ ചിന്തകളും മലിന മോഹങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പുറത്തു പറയാൻ അറയ്ക്കുന്നതും ലജ്ജിക്കുന്നതുമായ ചിന്തകൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ചിലരോടുള്ള പ്രതികാര വാഞ്ച എൻ്റെ ഹൃദയത്തിലുണ്ട്. കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പ്രതികാരം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മാന്യതയുടെ ഒരു മൂടുപടം എനിക്കുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ പ്രതികാരം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം ഉണ്ട്, വ്രണമുണ്ട്. അപ്പോഴാണ് നാം വിതുമ്പിക്കൊണ്ട് പറയുന്നത്, കർത്താവേ, ഞാൻ നിൻ്റെ വചനം അനുസരിക്കാം, എനിക്ക് നിൻ്റെ വചനം അനുസരിക്കണം. ജീവദായകമായ വചനം, സൗഖ്യം നൽകുന്ന വചനം, വിശുദ്ധീകരിക്കുന്ന വചനം, കളങ്കം മാറ്റുന്ന വചനം, ചേറുകളും ചെളികളും തൂത്തുകളയുന്ന വചനം, കർത്താവെ കറ മാറ്റുന്ന വചനം, ജീവിതത്തെ കഴുകി വെടിപ്പാക്കുന്ന വചനം നീ എനിക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വചനം ഇതാ തേൻ കുടിക്കുന്നത് പോലെ ഞാൻ കുടിച്ചുകൊള്ളാം. എൻ്റെ ഹൃദയത്തിലെ വ്രണങ്ങളെ നീ മാറ്റണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കള്ളക്കണക്കെഴുതി രൂപയുണ്ടാക്കിയ വ്രണങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ദൈവമേ, കള്ള കച്ചവടം നടത്തിയ രൂപകൾ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അവിഹിതമായി സമ്പാദിച്ച പൈസയുടെ കണക്കുകൾ ഇവിടെ കിടപ്പുണ്ട്. കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയി. എൻ്റെ പകലും രാവും ഞാൻ തിന്നതും കുടിച്ചതും പലതും എൻ്റെ ഹൃദയത്തിലെ വ്രണത്തിൻ്റെ ഭയങ്കരമായ ബാധകളായി എന്നെ പിന്തുടരുന്നുണ്ട്. കർത്താവേ, നീ ആഗ്രഹിക്കാത്ത വിധത്തിൽ രൂപ കൈവശം വന്നിട്ടുണ്ട്. നീ ആഗ്രഹിക്കാത്ത വിധത്തിൽ രൂപ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, വ്രണങ്ങളേറെ. ഈ വ്രണങ്ങൾ മായാത്ത വ്രണങ്ങളായി എൻ്റെ മരണശേഷം നിത്യതയിലേക്ക് എൻ്റെ പിറകെ വരാൻ എന്നെ ഇനി അനുവദിക്കല്ല കർത്താവേ. ഇന്ന് തന്നെ എൻ്റെ വ്രണങ്ങളെ മാറ്റണമേ. നല്ല വൈദ്യനായ യേശുവേ, നീ എൻ്റെ വ്രണങ്ങളെ മാറ്റണമേ. നല്ല വൈദ്യനായ യേശുവേ, ഇന്ന് നിൻ്റെ തിരുവചനത്താൽ എൻ്റെ വ്രണങ്ങളെ, എൻ്റെ ഹൃദയത്തെ നീ മാറ്റി മറിക്കണമേ. എനിക്ക് രൂപാന്തരം തരണമേ. ഇതായിരിക്കട്ടെ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന. അതാണ് ഭക്തന്മാർ പ്രാർത്ഥിച്ചത്. നോക്കണമെന്തുരിതം പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തി ഇല്ലൊരു ഗുണവും എൻ വ്രണമോ കഠിനം. നൽവൈദ്യ നിന്നെ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്ങൾ വരുന്നോ സുഖമേൽക്കുന്നു. നൽവൈദ്യ നിന്നെ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്ങൾ വരുന്നോ സുഖമേൽക്കുന്നു. എൻ വ്രണമോ കഠിനം. കർത്താവേ, എൻ്റെ മുറിവ് കഠിനമാണ്, എൻ്റെ വ്രണം കഠിനമാണ്. കുഷ്ഠരോഗിയെ ശുദ്ധനാക്കിയ അരുമരക്ഷകനായ യേശുവേ, 2000-ലേറെ വർഷം മുൻപ് ആ ശമരിയ ഗ്രാമത്തിനരികിൽ വെച്ച്
കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത രക്ഷകനായ മിശിഹാ തമ്പുരാനെ, ആ 10 കുഷ്ഠരോഗികൾ അവിടുത്തെ വായിൽ നിന്ന് വരുന്ന വചനം അവർ സന്തോഷത്തോടെ കൈക്കൊണ്ടു, ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു, വചനം വിശ്വസിച്ചു. കർത്താവെ, അവർ മുന്നോട്ട് പോയി. അവർ പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നുവെന്ന് ഞാൻ കേട്ടു. നാഥ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ശുദ്ധത നൽകണമേ. എൻ്റെ വൈരാഗ്യം മാറ്റണമേ, എൻ്റെ കോപ സ്വഭാവം മാറ്റണമേ, എൻ്റെ അശുദ്ധ സ്വഭാവം മാറ്റണമേ, എൻ്റെ ദുശ്ശീലങ്ങൾ മാറ്റണമേ, എൻ്റെ കടുംപിടുത്തങ്ങൾ മാറ്റണമേ, എൻ്റെ ദുസ്സാഠ്യങ്ങൾ മാറ്റണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെല്ലാം കത്തിച്ചു കളയണമേ കർത്താവേ. അഴുക്കിൻ്റെ കൂമ്പാരങ്ങൾ, മാലിന്യ കൂമ്പാരങ്ങൾ എൻ്റെ നാഥ, നിൻ്റെ തിരുരക്തത്താൽ എല്ലാം മായിച്ചില്ലായ്മ ചെയ്യണമേ. എന്നെ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ഒരു നിഷ്കളങ്ക ഹൃദയമുള്ളവനാക്കി മാറ്റണമേ. യേശുവേ, നിൻ്റെ ഹൃദയം എനിക്ക് തരണമേ. യേശുവേ, നിൻ്റെ മനസ്സെനിക്ക് തരണമേ. യേശുവേ, നിൻ്റെ മനോഭാവം എനിക്ക് തരണമേ. യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ദൈവജനമേ, നിങ്ങൾക്ക് കഴുകാനല്ലയോ പുണ്യരക്തം എൻ്റെ നാഥൻ ചിന്തിയത്? നിങ്ങൾക്ക് കഴുകൽ തരാനല്ലയോ യേശു ഇന്ന് വചനമായി നിങ്ങളുടെ അരികിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത്? പ്രിയരെ, നിങ്ങളെ കഴുകി വെടിപ്പാക്കാനല്ലയോ? നിങ്ങൾക്ക് വിശുദ്ധി തരാനല്ലയോ? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും നിശേഷം മാറ്റി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനല്ലയോ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല സ്നേഹം നിങ്ങളെ തേടി വന്ന് നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നത്? ഈ സമയത്ത് നിങ്ങളുടെ അരികത്ത് വാദിച്ചു കൊണ്ട് നിൽക്കുന്നത്? വചനമനുസരിക്കൂ പ്രിയപ്പെട്ടവരെ, വചനം കൈക്കൊള്ളൂ പ്രിയപ്പെട്ടവരെ. വചനം, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പത്രോസേ, നീ ഭാഗ്യവാൻ. യേശുവിൻ്റെ വാക്കിന് വലയിറക്കാൻ നിനക്ക് തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ശീമോനെ, നിനക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയല്ലോ. നിനക്ക് ആത്മീയമായ വലിയ പരിജ്ഞാനമോ പാരമ്പര്യമോ ഒന്നുമില്ലെങ്കിലും നിനക്ക് ആകെയുള്ള തൊഴിൽ ഈ മുക്കുവ തൊഴിലാളിയായിട്ട് മീൻ പിടിക്കാനേ അറിയാവുമെങ്കിലും വിദ്യാഭ്യാസവുമില്ല, പരിഷ്കാരവുമില്ല, സംസ്കാരവുമില്ല, വലിയ അക്ഷര അഭ്യാസമോ വലിയ തികഞ്ഞ പാണ്ഡിത്യമോ വലിയ ജ്ഞാന മേതുരതയോ ഒന്നും നിനക്കില്ലെങ്കിലും ശീമോനെ, നിനക്ക് യേശുവിൻ്റെ വചനമനുസരിക്കാൻ തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരെ കൊണ്ട് വൻ കാര്യങ്ങൾ നിർവഹിക്കുന്ന ദൈവം. ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരെ കൊണ്ട്. കോറി ടെൻ ബൂം എന്ന് പറയുന്ന ഒരു മഹതിയെക്കുറിച്ച് ഞാൻ വായിച്ചു. കോറി ടെൻ ബൂം 2ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലമാണ്. അന്ന് ഈ പെൺകുട്ടിക്ക് 12 വയസ്സേ ഉള്ളൂ. ഇവൾക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് 18 വയസ്സ് പ്രായം. ഇവളുടെ മാതാപിതാക്കളുണ്ട്. അന്ന് ഈ ഹിറ്റ്ലറുടെ പടയാളികൾ യഹൂദന്മാരെ വേട്ടയാടി നശിപ്പിക്കുകയാണ്. ഹിറ്റ്ലറുടെ പടയാളികൾ യഹൂദന്മാരെ മുഴുവൻ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലിട്ട് ഞെരിച്ച് അവരെ വിഷവാതകം ശ്വസിപ്പിച്ച് കൂട്ടമായി കൊന്നൊടുക്കുന്ന കാലം. ഈ പെൺകുട്ടികൾ 2 പേരും അവരുടെ മാതാപിതാക്കൾ അവരുടെ വീട്ടിൽ കുറേയേറെ യഹൂദന്മാരെ ഒളിവിൽ പാർപ്പിച്ചു. നാസി പടയാളികൾ, ഹിറ്റ്ലറുടെ പടയാളികൾ അത് മണത്തറിഞ്ഞു. അവരറിഞ്ഞു. ഈ യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോയി മാത്രമല്ല, ഈ 2 പെൺകുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ബന്ധിച്ചു, കാരാഗ്രഹത്തിലാക്കി. ഇവരെ പരസ്പരം കാണാൻ വയ്യാതെ പെൺകുട്ടികളെ 2 പേരെയും ഒരു സെല്ലിലിട്ടു, അപ്പനെയും അമ്മയെയും വേറൊരു സെല്ലിലിട്ടു. അപ്പൻ്റെ അമ്മയുടെ സ്ഥിതി എന്താണോ ആർക്കറിയാം? തല്ലിയോ കൊന്നോ ആർക്കറിയാം? അവരറിയുന്നില്ല. ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ തുടങ്ങി, കഠിനമായി ഉപദ്രവിക്കാൻ തുടങ്ങി. വലിയൊരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, ഹിറ്റ്ലറുടെ പോലീസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഭയങ്കരമായ കോപാവേശത്തോടെ വന്ന് ഈ 18 വയസ്സുള്ള പെൺകുട്ടിയെ പൂർണ്ണ നഗ്നയാക്കി കിടത്തി. അവളെ കഠിനമായി മർദ്ദിച്ചു, അവളെ അതിക്രൂരമായി പീഡിപ്പിച്ചു. ഈ അനിയത്തി 12 വയസ്സുള്ള കുട്ടി ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. കോറി ടെൻ ബൂം. ഒന്നും ചെയ്യാനൊക്കില്ല, അവൾക്ക് കഴിവില്ല. എന്ത് ചെയ്യാൻ പറ്റും? പാവം. അവളിങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവളുടെ ഉള്ളിൽ പിടയുന്നുണ്ട്. ചേച്ചിയെ ഇങ്ങനെയിട്ട് അവശനിലയിലാക്കുന്നത് കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. അല്ല, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു വേദന വരുന്നില്ലേ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കഠിനമായി മർദ്ദിച്ച് അവശയാക്കിയിട്ട് അവിടെ തന്നെ ഐസിൻ്റെ ഒരു കൂമ്പാരം കൊണ്ടുവന്നിട്ട് ഐസിലേക്ക് കിടത്തി. ഐസിൽ കിടക്കുമ്പോൾ ശരീരം തണുത്തുറഞ്ഞ് മരവിച്ച് അവിടെ കിടന്ന് ചത്തു. ദൈവത്തിന് സ്തോത്രം. ഇവളെ കഠിനമായി പീഡിപ്പിച്ചു, മർദ്ദിച്ചു, അവശനിലയിലാക്കി. പക്ഷേ ഇവളെ കൊന്നില്ല.
അങ്ങനെ ഈ രണ്ടാം ലോകമഹായുദ്ധം തീർന്നു. ഹിറ്റ്ലറുടെ സൈന്യം തോറ്റു. ഹിറ്റ്ലർ തോറ്റു. ഈ തടവുപുള്ളികളെല്ലാം വിടുവിച്ചു. തടവുപുള്ളികളെ വിടുവിച്ചപ്പോൾ ഈ പെൺകുട്ടിയും ഇവളുടെ മാതാപിതാക്കളും രക്ഷപ്പെട്ടു. കോറി ടെൻബുവും അവളുടെ മാതാപിതാക്കളും രക്ഷപ്പെട്ടു. നല്ല മുറിവിൻ്റെ പാടുകളും കേടുകളും വ്രണങ്ങളും അതിൻ്റെ എല്ലാം ഉണ്ട് അവരുടെ ശരീരത്തിൽ. അവരെ രക്ഷപ്പെട്ടു. അവർ അന്ന് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോകപ്പെട്ടു. രക്ഷിക്കാനായിട്ട് കൊണ്ടുപോയി. അവിടെ ഈ കോറി ടെൻബുവും ജീവിതം കർത്താവിനായിട്ട് സമർപ്പിച്ചു. യേശുക്രിസ്തുവിനായിട്ട് സമർപ്പിച്ചു. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തതോടുകൂടി അവൾ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ഉത്സാഹമായി. കോറി ടെൻബുവും കർത്താവിൻ്റെ വേലക്കാരിയായി മാറി. ശക്തമായ സുവിശേഷ വേല അവൾ ചെയ്തു. വളരെ ശക്തമായി. കാലങ്ങൾ മാറിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വലിയൊരു ഉണർവ് യോഗത്തിൽ അവൾ പ്രസംഗിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞു. അനേകരെ ഇവളെ അഭിവാദ്യം ചെയ്യാൻ വന്നു. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് വന്നു. അവൾക്കൊരാളെ കണ്ടു. ഒരു ഉയർന്ന മനുഷ്യൻ, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, പക്ഷേ വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വന്നപ്പോൾ ഇവൾ കൈ പുറകോട്ട് വലിച്ചു. അവൾക്ക് ആളെ മനസ്സിലായി. സ്വന്തം സഹോദരിയെ പൂർണ്ണ നഗ്നയാക്കിയിട്ട് പീഡിപ്പിച്ച് കഠിനമായി ഉപദ്രവിച്ച് മഞ്ഞുകെട്ടയിൽ കിടത്തി കൊന്ന നിഷ്ഠൂര മനുഷ്യനാണ്. അവളുടെ ഉള്ളം പറഞ്ഞു, ക്ഷമിക്കാൻ സാധ്യമല്ല, പൊറുക്കാൻ സാധ്യമല്ല, എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ കൈ കൊടുക്കില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി കിടന്നിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ല. അന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവളോട് സംസാരിച്ചു. യേശുക്രിസ്തുവിൻ്റെ വചനം അവളോട് സംസാരിച്ചു. മകളെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നല്ലേ പ്രാർത്ഥിക്കാൻ ഞാൻ പഠിപ്പിച്ചത്? നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും മോചിക്കുകയില്ലെന്നല്ലേ പറഞ്ഞത്? മോളെ, ക്രൂസിലെ സ്നേഹം നീ അറിഞ്ഞില്ലല്ലോ. നീ എന്തുകൊണ്ട് ക്ഷമിച്ചില്ല? അവൾ കരയാൻ തുടങ്ങി. അവൾ ഏങ്ങളെടുത്ത് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പിറ്റേന്നും പ്രസംഗമുണ്ട്. പ്രസംഗം കഴിഞ്ഞു. പ്രസംഗം ആ മനുഷ്യൻ്റെ ഹൃദയത്തെ തൊട്ടു. ആ മനുഷ്യൻ അറിഞ്ഞുകൂടാ ഈ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞുകൂടാ, ഈ പ്രസംഗിക്കുന്ന ആരാണെന്ന് അറിഞ്ഞുകൂടാ. പഴയ കാര്യങ്ങളിൽ അദ്ദേഹം മറന്നു കഴിഞ്ഞിരിക്കുന്നു. നിഷ്ഠൂരതയിൽ അനേകരെ ഉപദ്രവിച്ചു വന്നത് അദ്ദേഹത്തിനറിയാം. അതിൽ ആ ഉപദ്രവിക്കപ്പെട്ട് കൊന്നുകളഞ്ഞ പെൺകുട്ടിയുടെ അനിയത്തിയാണ് ഈ പ്രസംഗിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അന്നും ഓരോരുത്തർ അഭിവാദ്യം ചെയ്യാൻ ഇങ്ങനെ ക്യൂ ആയിട്ട് വന്ന് നിന്ന് കൈ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവൾ അദ്ദേഹത്തിന് നേരെ കൈ നീട്ടി. അവൾ പറഞ്ഞു, നിങ്ങളോട് ഞാൻ മുഴുവനായി ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി. എന്താണ് ക്ഷമിച്ചത്? എന്താണ്? അവൾ പറഞ്ഞു, നിങ്ങളന്ന് ജയിൽ മുറിക്കകത്തിട്ട് പീഡിപ്പിച്ച് നശിപ്പിച്ച് കൊന്നുകളഞ്ഞ ആ 18 വയസ്സുള്ള ആ യുവതിയുടെ അനിയത്തിയാണ് ഞാൻ അന്ന് നിങ്ങളെ കഠിനമായി നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് നിന്നു. എനിക്ക് വഹിക്കാൻ വയ്യ. പക്ഷേ എൻ്റെ കരുണയുള്ള കർത്താവ് എനിക്ക് തന്നത് സ്നേഹിക്കാനാണ്. യേശു തന്ന വചനം നിങ്ങളോട് ക്ഷമിക്കാനാണ്, നിങ്ങളെ സ്നേഹിക്കാനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സകലവും ക്ഷമിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ കണ്ണുമടുത്ത് ക്ഷമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തി. അദ്ദേഹങ്ങളടിച്ച് കരഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ, എനിക്ക് മാപ്പ് തരണമേ കർത്താവേ. അദ്ദേഹം ഏങ്ങലടിച്ച് കരഞ്ഞു. അദ്ദേഹം മാനസാന്തരപ്പെടുവാൻ അത് കാരണമായി തീർന്നു. അദ്ദേഹം മനം തിരിയുന്നതിന് കാരണമായി തീർന്നു. അദ്ദേഹവും ക്രിസ്തുവിൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് അത് മുഖാന്തരമായി തീർന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വചനമനുസരിച്ചാൽ അനേകർ രക്ഷപ്പെടും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വചനം അനുസരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വചനം കേൾക്കുമ്പോൾ വചനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വചനം കൈക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും പകയിരിക്കുന്നുണ്ടോ? ക്ഷമിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾ ഉപദ്രവിച്ചവരോട്, നിങ്ങൾക്ക് നഷ്ടം വരുത്തിയവരോട്, നിങ്ങൾക്ക് കഷ്ടം വരുത്തിയവരോട്, നിങ്ങൾക്ക് വേദന വരുത്തിയവരോട്, നിങ്ങളുടെ ഉള്ളത്തിൽ വ്രണം വരുത്തിയവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എല്ലാം ക്ഷമിക്കാനെല്ലാം പൊറുക്കാനെല്ലാം മുഴുവനും വിട്ടുവീഴ്ച ചെയ്യാൻ ദൈവവൈതലേ നിനക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്നെ ഉയർത്താൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ ശക്തി നിന്നെ ഭരിക്കാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ നിന്നെ വലയം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ക്രിസ്തുവിന് തിരുരക്തം വന്ന് നിന്റെ കഴിഞ്ഞകാല പാവങ്ങളെല്ലാം മായ്ക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. ആത്മാവിൻ്റെ തേജസ്സും ശക്തിയും നിന്റെ മേൽ പകരും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നൽവരവും നിന്റെ മേൽ ഒഴുകും. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ വലയം ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ,
ഈ സ്നേഹം നിറഞ്ഞ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹം നിറഞ്ഞ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്ഷമിക്കുന്ന വാക്കുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്ഷമിക്കുന്ന വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്രൂസിലെ സ്നേഹവും ക്ഷമയും ത്യാഗവും ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലോടുത്ത് കരം വയ്ക്കണമേ. യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ക്ഷമയും യേശുവിൻ്റെ ത്യാഗവും എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പകരണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിലേക്ക് സമാധാനം അയക്കണമേ. പൈശാചിക ബാധകളെ മാറ്റണമേ. ദുരാത്മഭീതികളെ അകറ്റണമേ. എല്ലാ ശാപദോഷങ്ങളെയും നീക്കണമേ. കുടുംബത്തിലേക്ക് ശാന്തി അയക്കണമേ. എല്ലാ ഹൃദയങ്ങളെയും പ്രത്യാശാഭരിതമാക്കി മാറ്റണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.